ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മൈസൂരിനടുത്തുള്ള പയാന മ്യൂസിയത്തിലാണ്. ഇവിടുത്തെ ഒരു കാർ മ്യൂസിയമാണ്. നമുക്ക് ആ കാർ മ്യൂസിയത്തിലെ കാഴ്ചകളൊന്ന് കാണാം. മൈസൂർ ബാംഗ്ലൂർ ദേശീയപാതയിൽ മൈസൂരിൽ നിന്നും 15 കിലോമീറ്റർ അകലെയാണ് ഈ പയാന കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പയാന എന്നാൽ കർണാടക ഭാഷയിൽ യാത്ര എന്നാണ് അർത്ഥം. കാളകൾ വലിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും മോട്ടോർ കാറുകളുടെ കാലത്തിലേക്കുള്ള എവല്യൂഷൻ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ആകർഷണീയമായ ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ എൻട്രി ടൈം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണെങ്കിലും മുതിർന്ന ആളുകൾക്ക് 50 രൂപയാണ് പ്രവേശന ഫീസ്. ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടിക്കറ്റ് ചാർജ് 100 രൂപയാണ്. ഈ മ്യൂസിയം സ്ഥാപിച്ചിട്ടുള്ളത് ധർമ്മസ്ഥല ധർമാധികാരിയായ ശ്രീ ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡെയാണ്. ഇത് പ്രവർത്തനം ആരംഭിച്ചത് 2024 ഏപ്രിൽ 1-നാണ്. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന 1962 മോഡൽ സ്റ്റാൻഡേർഡ് ഹെറാൾഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോ കാറിൻ്റെ മുമ്പിലും അതിൻ്റെ മേക്ക് ആൻഡ് മോഡൽ, എൻജിൻ സ്പെസിഫിക്കേഷൻ എന്നിവയെല്ലാം വായിച്ച് മനസ്സിലാക്കത്തക്ക രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെയാണ് ഈ മ്യൂസിയം നിർമ്മിച്ചിട്ടുള്ളത്. കർണാടകയിലെ ധർമ്മസ്ഥലയിലുള്ള മഞ്ജുശ്രീ കാർ മ്യൂസിയത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് പയാന മ്യൂസിയവും പ്രവർത്തിക്കുന്നത്. ഏതൊരു വാഹനപ്രേമിയെയും അമ്പരിപ്പിക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ കാർ കളക്ഷൻസ്. അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന രീതിയാകട്ടെ അതിമനോഹരവും. ആദ്യ കാലഘട്ടം മുതലുള്ള വാഹനങ്ങളുടെ വിവിധ ഭാഗങ്ങൾ ഇവിടെ പേരെഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള എഞ്ചിനുകൾ, ഡൈനാമോ, സ്റ്റിയറിംഗ് ബോക്സ് മുതലായവയെല്ലാം ഇവിടെ കാണാം. ആദ്യകാല വാഹന നിർമ്മാതാക്കളായ ഓസ്റ്റിൻ മുതലുള്ള കാറുകളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. പുരാതന കാലത്തെ മരചക്രത്തിൽ തുടങ്ങി ആധുനിക കാലത്ത് നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അലോയ് വീലിൽ വരെ എത്തി നിൽക്കുന്ന ചക്രങ്ങളുടെ ഒരു പരിണാമം ഇതിൻ്റെ ചുമരിൽ ഭംഗിയായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാലത്തിന് പോലും വേഗം നൽകിയ ചക്രങ്ങളുടെ ഈ സഞ്ചാരപഥം നോക്കി കാണേണ്ടത് തന്നെയാണ്. പഴയ കാലത്തെ കാളവണ്ടികളും കുതിരവണ്ടികളും നമുക്കിവിടെ കാണാൻ കഴിയും. 1919-നും 1926-നും ഇടയിൽ ഫിയറ്റ് നിർമ്മിച്ച കാറാണിത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫിയറ്റിൻ്റെ ആദ്യ മോഡലായിരുന്നു 501. അമേരിക്കയിൽ നിർമ്മിച്ച ഹഡ്സൺ കോമഡോർ 6 ആണിത്. 1941-നും 1952-നും ഇടയിൽ മിഷിഗണിലെ ഡിട്രോയിറ്റിലെ ഹഡ്സൺ മോട്ടോർ കാർ നിർമ്മിച്ച മോഡലാണിത്. ഫിയറ്റ് 521 1928-നും 1931-നും ഇടയിൽ നിർമ്മിച്ച മോഡലാണിത്. ജർമ്മനിയിൽ നിർമ്മിച്ച സ്റ്റുഡേബേക്കർ പ്രസിഡന്റ് 8 ആണിത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി മൈസൂർ സന്ദർശിച്ച വേളയിൽ ഉപയോഗിച്ചിരുന്ന ഒരു കാറാണ് ഇത് എന്നതുകൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓസ്റ്റിൻ 7RM നിസാനും BMW-വും അതിൻ്റെ ആദ്യകാല കാർ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ഡിസൈൻ മോഡലാണിത്. ഇത് ഫോർഡ് പെർഫെക്റ്റ് E93A. UK-യിൽ നിർമ്മിച്ച മോറിസ് 8 സീരീസ് E 1935-നും 1948-നും ഇടയിൽ മോറിസ് മോട്ടോഴ്സ് നിർമ്മിച്ച ചെറിയ ഫാമിലി കാറാണിത്. ഇങ്ങനെ നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായ വിവിധ രാജ്യങ്ങളുടെ വിവിധ വാഹനങ്ങളുടെ ഒരു ശേഖരം തന്നെയാണ് പയാന മ്യൂസിയത്തിൽ ഉള്ളത്. ഇത് കാണുന്നതിന് വേണ്ടി നിത്യവും ധാരാളം സന്ദർശകരാണ് ഇവിടെ എത്തുന്നത്. ജർമ്മനിയിൽ നിർമ്മിച്ച ബൂയിക് സീരീസ് കാറാണിത്. വലിയൊരു കാറാണിത്. ഇതിൻ്റെ ബോണറ്റിൻ്റെ നീളം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇന്നത്തെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ സ്കോഡയുടെ ഒരു പഴയ മോഡലാണിത്.
വിൻറ്റേജ് കാറുകൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രൂപമാണിതിന്. ഇത് ജർമ്മനിയിൽ നിർമ്മിച്ച ഓപ്പലിൻ്റെ ഒരു വാഹനമാണ്. ഇത് ഇംഗ്ലണ്ട് വാഹനമായ ഡെയിംലർ DE36 ആണ്. ഇങ്ങനെ ചെറുതും വലുതുമായ കാറുകൾ മാത്രമല്ല, ബൈക്കുകൾ, സ്കൂട്ടറുകൾ, ട്രക്കുകൾ തുടങ്ങി മണ്ണുമാന്തി യന്ത്രങ്ങൾ വരെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവയെല്ലാം വളരെ അടുത്തുനിന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എങ്കിലും ഇവയിലൊന്നും സ്പർശിക്കുവാൻ പോലുമുള്ള അനുമതിയില്ല. കാറുകളിൽ അധികവും ശ്രീ വീരേന്ദ്ര ഹെഗ്ഡെയുടെ സ്വകാര്യ ശേഖരത്തിൽ ഉള്ളവയാണെങ്കിലും ചലച്ചിത്ര മേഖലയിൽ ഉൾപ്പെടെയുള്ള പല പ്രമുഖ വ്യക്തികളും കർണാടക സർക്കാരും സംഭാവന നൽകിയ കാറുകളും ഈ മ്യൂസിയത്തിലുണ്ട്. നോബൽ സമ്മാന ജേതാവായ ശ്രീ CV രാമൻ ഉപയോഗിച്ചിരുന്ന കാറും ഈ ശേഖരത്തിൽ നമുക്ക് കാണാം. ഞാൻ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിൽ സഞ്ചരിക്കുമ്പോൾ വളരെ ദൂരത്തിൽ നിന്ന് തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിലാണ് ഈ മ്യൂസിയത്തിൻ്റെ നിർമ്മാണം. വലിയൊരു ടയറിൻ്റെ ആകൃതിയിലാണ് ഈ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടേജ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടം സന്ദർശിക്കുന്നവർക്ക് സമയപരിധിയില്ലാതെ നടന്ന് ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം. ഈ കോമ്പൗണ്ടിൽ തന്നെ വളരെ മനോഹരമായ ഗാർഡൻ, റെസ്റ്റോറൻറ്റ് എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഒരുക്കിയിരിക്കുന്ന പാർക്കിംഗ് ഏരിയയും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആധുനിക സജ്ജീകരണങ്ങൾ എല്ലാം ഒരുക്കി അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരുക്കിയ ഈ മ്യൂസിയം നിർബന്ധമായും വാഹനപ്രേമികളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇടം പിടിക്കേണ്ട ഒന്ന് തന്നെയാണ്. UK നിർമ്മിച്ച ഹിൽമാൻ ഹണ്ടർ എന്ന കാറാണിത്. 1907 മുൻപ് സൈക്കിളുകൾ നിർമ്മിച്ചിരുന്ന ഒരു കമ്പനിയായിരുന്നു ഇത്. ഓപ്പൽ റെക്കോർഡ് സീരീസ് B ഈ മോഡൽ കാറുകളുടെ നിർമ്മാണം വെറും 11 മാസം മാത്രമായിരുന്നു. അതിനുശേഷം ഓപ്പൽ റെക്കോർഡ് സീരീസ് C പുറത്തു വന്നു. അമേരിക്കയ്ക്ക് വില്ലീസ് ജീപ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു റഷ്യയ്ക്ക് ഗാസ് 69. 2 നിലകളിലായിട്ടാണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. ബൈക്ക്, സ്കൂട്ടറുകൾ എന്നിവ ഇരുനിലകളിലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊരു 4 വീൽ ഡ്രൈവ് ഓസ്ട്രിയൻ വാഹനമാണ്. ദ കിങ് ഓഫ് ഇന്ത്യൻ റോഡ്സ് എന്ന് വിളിപ്പേരുണ്ടായിരുന്ന അംബാസിഡറിൻ്റെ എല്ലാ മോഡലുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നിരത്തുകളിൽ സജീവമായിരുന്ന ഫിയറ്റിൻ്റെ ഒരു മോഡലാണിത്. പഴയൊരു ഫിയറ്റ് ടാക്സി അതേപോലെ തന്നെ നമുക്കിവിടെ കാണാം. ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ ടാക്സിയായി ഓടിയിരുന്നത് അധികവും ഫിയറ്റ്, അംബാസിഡർ തുടങ്ങിയ കാറുകൾ ആയിരുന്നല്ലോ. ഇത് പ്രമുഖ കന്നഡ ചലച്ചിത്ര താരം ഡോക്ടർ വിഷ്ണുവർദ്ധൻ ഉപയോഗിച്ചിരുന്ന കാറാണ്. താഴത്തെ നിലയിൽ ഒരു ഭാഗത്തായി പഴയകാല ട്രക്കുകളുടെ ഒരു ശേഖരം നമുക്ക് കാണാം. ഇതൊരു വില്ലീസ് ജീപ്പ് ട്രക്കാണ്. ഫോർഡിൻ്റെയും ടാറ്റയുടെയും പഴയ ട്രക്കുകൾ നമുക്കിവിടെ കാണാം. സോവിയറ്റ് യൂണിയനിൽ നിർമ്മിച്ച ക്രാസ് 260 മിലിറ്ററി ട്രക്കാണിത്. ഇതിൻ്റെ വലിപ്പം നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ്. ഇത് 6 വീൽ ഡ്രൈവ് ട്രക്കാണ്. ഉക്രൈൻ, സോവിയറ്റ് യൂണിയൻ, കിഴക്കൻ ജർമ്മനി എന്നീ രാജ്യങ്ങളായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. പുതുതലമുറയിൽപ്പെട്ട വാഹനങ്ങളും ഇവിടെ പ്രദർശനത്തിനുണ്ട്. ബെൻസ്, BMW, ഷെവർലെ തുടങ്ങിയ കമ്പനികളുടെ വിവിധ മോഡലുകൾ നമുക്കിവിടെ കാണാൻ കഴിയും.
ഇതൊരു ടെമ്പോ മെറ്റഡോർ വാഹനമാണ്. അംബാസിഡർ കാറിൻ്റെ വിവിധ പാർട്സുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു സെൽഫി പോയിന്റ് കൂടിയാണ്. മാരുതി 800ൻ്റെ വിവിധ മോഡലുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. റേവ എന്ന ഇലക്ട്രിക് കാറാണിത്. യാത്രകൾ പോലെ തന്നെ എനിക്ക് ഏറെ പ്രിയങ്കരമാണ് വാഹനങ്ങൾ. എല്ലാ യാത്രാ സ്നേഹികൾക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. നമ്മുടെ യാത്രകൾ ആസ്വാദ്യകരമാക്കുന്നതിൽ വാഹനങ്ങളുടെ പങ്ക് ചെറുതുമല്ല. അങ്ങനെ വാഹനങ്ങളുടെ ജൈവ വൈവിധ്യം കണ്ടുള്ള ഈ യാത്ര എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്ന് തന്നെയായിരിക്കും, തീർച്ച. ഈ മ്യൂസിയത്തിനോട് ചേർന്ന് തന്നെ ചെറിയ രീതിയിൽ പഴയകാല വീട്ടുപകരണങ്ങളുടെയും സാമഗ്രികളുടെയും ഒരു പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. പണ്ട് വീടുകളിൽ ഉപയോഗിച്ചിരുന്ന കയ്യിലുകൾ, തവകൾ എന്നിവയെല്ലാം ഭിത്തിയിൽ അലങ്കരിച്ചിരിക്കുന്നു. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, നാണയങ്ങൾ, കാൽക്കുലേറ്ററുകൾ, സിനിമാ പ്രൊജക്ടറുകൾ, പഴയകാലത്തെ ലൈറ്റുകൾ എന്നിവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
ഈ പഴയകാല തുളു സംസ്കൃതിയെ അറിഞ്ഞ് ആസ്വദിച്ചുകൊണ്ട് മെല്ലെ മ്യൂസിയത്തിന് പുറത്തു കടന്നു. അവിടെ മനോഹരമായ ഒരു ഗാർഡൻ ഒരുക്കിയിട്ടുണ്ട്. ഗാർഡന് മുമ്പിലേക്ക് നടന്നു പോകുമ്പോൾ റോഡ് റോളറുകൾ, ഒരു ഡബിൾ ഡെക്കർ ബസ് എന്നിവയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പയാന മ്യൂസിയത്തിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.